അങ്ങനെ നമ്മുടെ അലീന പോയ വിഷമത്തിലാണ് എല്ലാവരും, കൃഷ്ണമോളും ബബിതയും രോഹിത്തും എല്ലാവരും. എന്തായാലും പിന്നെ കാണിക്കണം നമ്മുടെ കമല വൈജയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറയാണ്, ബാലചന്ദ്രനും നിൻ്റെ പിള്ളേരും അത്ര രസത്തിലല്ലാത്ര അലീനെ വിട്ടണത്. എന്തായാലും അവൾ ചിരിച്ചും കൊണ്ട് തിരിച്ച് വന്നാൽ അവരെല്ലാവരും ചിരിച്ചും കൊണ്ട് സ്വീകരിക്കും എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വൈജ പറയണ്ട, ഇനി അവൾ ആ പടി ഒരിക്കലും ചവിട്ടില്ല, ഞാൻ ഈ വൈജയന്തിയാണ് പറയണത്, ഈ വൈജയന്തിയുടെ വാക്കാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കമലയ്ക്കാണെങ്കിൽ വലിയ സന്തോഷമാവുണ്ട്. അലീന തിരിച്ചൊന്നും വരില്ലല്ലോ, മനോളെ കല്യാണം കഴിക്കില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ആ ഉറപ്പ് വൈജയുടെ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. പിന്നെ കാണിക്കുന്നത് എന്തായാലും നമ്മുടെ വൈജ ബബിതയെ വിളിക്കുന്നുണ്ട്. ബബിതയെ വിളിച്ചിട്ട് അലീനെക്കുറിച്ചൊക്കെ ചോദിക്കേണ്ട, ആ നശിച്ചത് പോയോ എന്നൊക്കെ ചോദിക്കേണ്ട. ആ സമയത്ത് ബബിത പറയുന്നുണ്ട്, അമ്മ ഉള്ള കാലം ഇവിടെ ആ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു സ്വൈരം കൊടുത്തേനോ, ഇവിടുന്ന് പോയ ശേഷം സമാധാനം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടില്ല, ഇനിയെങ്കിലും ഒന്ന് ആ ചേച്ചിയെ പറയാതെ ഒന്ന് വിട്ടൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അലീനെ പറയുന്നത് നമ്മുടെ ബബിതയ്ക്ക് ഒട്ടും ഇഷ്ടമാവണില്ല. എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രനും അലീന ഇങ്ങനെ പോണ സമയത്ത് ഇടയിൽ കാറ് വെച്ചിട്ട് നമ്മുടെ ബാലചന്ദ്രൻ ഇറക്കിയിട്ട് അലീനോട് പറയുന്നത്, എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിന്നോട് പറയാണ്ട് മോളെ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പറയേണ്ട. അലീനോട് പറയേണ്ട സ്റ്റാൻലിയെ കുറിച്ച് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നിൻ്റെ അച്ഛൻ സ്റ്റാൻലിയാണ്, ഇനി നീ അവിടേക്കാണ് പോണത് എന്നൊക്കെ പറയുന്നത്. ഇത് ആര് പറഞ്ഞു എന്ന് പറയുന്നുണ്ട് നമ്മുടെ അലീന, സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്നത്. ആ സമയത്ത് സ്റ്റാൻലി ജോസഫ് ആരോട് പറഞ്ഞു എന്ന് ചോദിക്കേണ്ട. ആ സമയത്ത് ബാലചന്ദ്രൻ പറഞ്ഞു, എന്നോട്, എൻ്റെ മകളാണെന്ന് സ്റ്റാൻലി സമ്മതിച്ചിരുന്നു എന്ന് പറയേണ്ടതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ അലീന ആണെങ്കിൽ നല്ല വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഇത് കാണിച്ചും കൊണ്ടാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.